ഇവിടെ നമുക്ക് റേറ്റ് തന്നിട്ടുണ്ട് 15%, എമൗണ്ട് 2 ലാക്ക് തന്നിട്ടുണ്ട്, മന്ത്ലി പേയ്മെൻറ്റ് 5000 തന്നിട്ടുണ്ട്. നമുക്കിവിടെ പീരീഡ് കണ്ടുപിടിക്കണം. അതായത് മാസം 5000 അടക്കുകയാണെങ്കിൽ എത്ര മാസം കൊണ്ട് നമ്മൾ ഈ 2 ലക്ഷം അടച്ചു തീരും. അതുപോലെ തന്നെ 6000 ആണ് അടക്കുന്നതെങ്കിൽ എത്ര മാസം കൊണ്ട് അടച്ചു തീരും. 7000 ആണെങ്കിൽ എത്ര മാസം കൊണ്ട്, 8000 ആണെങ്കിൽ എത്ര മാസം കൊണ്ട് അടച്ചു തീരും. അതാണ് നമുക്ക് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ആദ്യം എന്ത് ചെയ്യുക, ഇവിടെ കണ്ടുപിടിക്കുക. ഈക്വൽ ടു റൗണ്ട് n per rate divided by 12, minus monthly payment, amount, bracket close ചെയ്യുക, 0, bracket close ചെയ്യുക, enter. അപ്പം 56 മാസം കൊണ്ടാണ് നമ്മൾ 5000 വെച്ച് അടക്കുകയാണെങ്കിൽ, ഓരോ മാസം 5000 വെച്ച് അടക്കുകയാണെങ്കിൽ 2 ലക്ഷം അടച്ചു തീർക്കുന്നുണ്ടാവുക. അത് 15% ഇൻട്രസ്റ്റ് റേറ്റ്. അങ്ങനെയാണെങ്കിൽ 6000 7000 വരുന്ന സമയത്ത് എത്ര മാസം കൊണ്ട് നമ്മൾ അടച്ചു തീർക്കും. അതായത് 6000 ആണ് ഒരു മാസം അടക്കുന്നതെങ്കിൽ, അതുപോലെ തന്നെ 7000 ആണ് ഒരു മാസം അടക്കുന്നതെങ്കിൽ, 8000 ആണ് ഓരോ മാസം അടക്കുന്നതെങ്കിൽ എത്ര മാസം കൊണ്ടായിരിക്കും നമ്മൾ ഈ 2 ലക്ഷം അടച്ചു തീർക്കുന്നുണ്ടാവും. അപ്പം എന്ത് ചെയ്യാം, സെലക്ട് ചെയ്യുക 5000. നമുക്ക് ഒറ്റയടിക്ക് ഇത് കണ്ടുപിടിക്കാൻ പറ്റും. ആദ്യം സെലക്ട് ചെയ്യാം. ഡാറ്റയിൽ പോവുക, വോട്ട് ഫിനാൻസ് പോവുക, ഡാറ്റ ടേബിളിൽ പോവുക, റോ ഇൻപുട്ട് സെല്ലിൽ മന്ത്ലി പേയ്മെൻറ്റ് ക്ലിക്ക് ചെയ്യുക, ഓക്കെ കൊടുക്കുക. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് എത്ര മാസം കൊണ്ട് അടച്ചു തീരുന്നത് കണ്ടുപിടിക്കാൻ പറ്റി. അതായത് 43 മാസം എടുക്കും. 6000 വെച്ചൊരു മാസം അടക്കുകയാണെങ്കിൽ നമുക്ക് 2 ലക്ഷം കംപ്ലീറ്റ് ചെയ്യും. അതുപോലെ 7000 വെച്ച് അടക്കുകയാണെങ്കിൽ ഒരു മാസം 36 മാസം കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, 2 ലക്ഷം അടച്ചു തീർക്കാൻ പറ്റും. 8000 ആണെങ്കിൽ 30 മാസം കൊണ്ട് നമുക്ക് അടച്ചു തീർക്കാൻ പറ്റും. അതുപോലെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണിത്, ഫ്യൂച്ചർ വാല്യൂ കണ്ടുപിടിക്കുന്നത്. അതായത് നമുക്ക് റേറ്റ് തന്നിട്ടുണ്ട് 18%, എമൗണ്ട് തന്നിട്ടുണ്ട് 5 ലാക്ക്, ഇയർ 3, 4, 5, 6, 7. അതായത് നമ്മൾ ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്ത എമൗണ്ട് ആണ് 5 ലാക്ക് എന്ന് പറയുന്നത്. അപ്പം എന്ത് ചെയ്യാം, നമുക്ക് ഫ്യൂച്ചർ വാല്യൂ കണ്ടുപിടിക്കണം. അതാണ് ഈക്വൽ ടു FV എന്ന് പറഞ്ഞ ഫംഗ്ഷൻ ഉണ്ട്. FV എടുക്കുക, റേറ്റ് ക്ലിക്ക് ചെയ്യുക, ഇയർ ക്ലിക്ക് ചെയ്യുക, 0, മൈനസ് എമൗണ്ട്, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക, എൻ്റർ. 3 വർഷം കൊണ്ട് നമുക്ക് കിട്ടുന്ന എമൗണ്ട് ആണിത്. 8,21,516. അങ്ങനെയാണെങ്കിൽ 4 വർഷം കഴിഞ്ഞാൽ എത്ര കിട്ടും, 5 വർഷം കഴിഞ്ഞാൽ എത്ര കിട്ടും, 6 കഴിഞ്ഞാൽ എത്ര കിട്ടും, 7 കഴിഞ്ഞാൽ എത്ര കിട്ടും എന്നാണ് നമുക്കറിയേണ്ടത്. അതായത് 5 ലക്ഷം ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ. അപ്പം എന്ത് ചെയ്യുക, ഇത് രണ്ടും കൂടെ സെലക്ട് ചെയ്യുക, ഡാറ്റയിൽ പോവുക, വാട്ട് ഓഫ് അനാലിസിസ് പോവുക, ഗോൾ സീക്ക് വാട്ട് ഓഫ് അനാലിസിസ് പോവുക, ഡാറ്റ ടേബിളിൽ പോവുക, റോ ഇൻപുട്ട് സെല്ലിൽ ഇയർ ക്ലിക്ക് ചെയ്യാം, ഓക്കെ. ഇപ്പോൾ 4 വർഷം കഴിഞ്ഞാൽ 9,69,388 രൂപയായിരിക്കും നമ്മളെ ഫ്യൂച്ചർ വാല്യൂ. അതാണ് 5 വർഷം കൊണ്ടുള്ളത് 11 ലക്ഷം, 6 വർഷമാണെങ്കിൽ 13 ലക്ഷം, 7 വർഷമാണെങ്കിൽ 15 ലക്ഷം. Thank you.